കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടതാണ് തുറവൂർ ആശുപത്രിയിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ ഫയർഫോഴ്സ് വാഹനത്തിന് മുന്നിൽ ഒരു കാർ കാണിച്ച കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആ സംഭവത്തിൽ വാഹന ഉടമയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കുത്തിയതോട് സ്വദേശിയായ വാഹന ഉടമ 5 ദിവസം എടപ്പാളിലെ MVD കേന്ദ്രത്തിൽ പരിശീലന ക്ലാസ്സിലും പങ്കെടുക്കണം. 6 മാസത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി. രഘു, വളരെ ആശങ്കയുണ്ടാക്കുന്നതായിരുന്നു ആ ദൃശ്യങ്ങൾ. ഒരു ഫയർഫോഴ്സ് വാഹനം പിറകിൽ എത്ര ബുദ്ധിമുട്ടി ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും സമ്മതിക്കാതെ തന്നെ നിന്ന ആൾക്ക് വേണ്ട ശിക്ഷ തന്നെ കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇതിനകത്തൊരു ചെറിയ ഒരു കാര്യമുണ്ട്. കാരണം ഈ വാഹന ഉടമയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് വാഹനത്തിനകത്ത് മകനായിരുന്നു ഉണ്ടായിരുന്നത്. മകന് പനി കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിന്റെ ഒരു ടെൻഷനിലും പരിഭ്രമത്തിലുമാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ ഈ പുറകെ വന്ന ഫയർഫോഴ്സിന്റെ വാഹനം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് വാഹന ഉടമയുടെ വിശദീകരണം. അത് MVD മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ ഗുരുതരമായ ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു അശ്രദ്ധയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആ വാഹന ഉടമയുടെ ഭാഗത്ത് നിന്ന്, വാഹനം ഓടിച്ച ആളുടെ ഭാഗത്ത് നിന്ന്. കാരണം തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ വലിയ തീപിടുത്തമായിരുന്നു. ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് കൊണ്ട് തീയണയ്ക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് അരൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ഫയർഫോഴ്സിനെ വിളിച്ചത്. അപ്പോൾ വളരെ വേഗത്തിൽ, ഒന്നാമത് ഹൈവേയുടെ പണിയൊക്കെ നടക്കുകയാണ്. നമ്മളൊരു മര്യാദയ്ക്ക് ഓടിച്ചില്ലെങ്കിൽ ഒരു വാഹനത്തിനും കടന്നു പോകാൻ വേണ്ടി സാധിക്കില്ല. അപ്പോഴാണ് ഇത്തരത്തിൽ ഫയർഫോഴ്സിന്റെ മുന്നിൽ ഇദ്ദേഹം സൈഡ് കൊടുക്കാതെ വണ്ടി ഓടിച്ചത്. 6 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ എടപ്പാളിലെ മോട്ടോർ വെഹിക്കിൾ കേന്ദ്രത്തിൽ 5 ദിവസം എങ്ങനെയാണ് നല്ല രീതിയിൽ വാഹനം ഓടിക്കേണ്ടത് എന്നുള്ള ക്ലാസിനും ഹാജരാകണം. രഘു, എന്നാലും ഒരു ഫയർഫോഴ്സ് വാഹനം, നമുക്കറിയാം ഫയർഫോഴ്സ് വാഹനം വെറുതെ അങ്ങ് റോഡിൽ പോവില്ലല്ലോ. ഇപ്പോൾ ആംബുലൻസ് ആണെങ്കിൽ പോലും നമുക്ക് പറയാം അതിനകത്ത് ആളുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാം. പക്ഷേ ഇതിപ്പോൾ ഒരു ഫയർഫോഴ്സ് വാഹനം വെറുതെ പോവില്ല, ഹോൺ അടിക്കുന്നുണ്ട്, അവർ തമ്മിൽ സംസാരിക്കുന്ന ഓഡിയോ ഒക്കെ നമുക്ക് കേൾക്കാമായിരുന്നു. എത്ര ടെൻഷനാണെന്ന് പറഞ്ഞാലും അത് മാറിക്കൊടുക്കുക എന്നുള്ളത് ഒരു സിവിക് സെൻസിന്റെ ഭാഗമാണ്. അത് എന്തായാലും ആ വാദം മുഖവിലേക്ക് തന്നെ എടുക്കുകയാണ് ഫയർഫോഴ്സ്, അല്ലേ? അതെ, കാരണം അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്ഥിരമായി ഇത്തരം വാഹനം ഓടിക്കുകയോ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ആളല്ല എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. പക്ഷെ ഒരുപക്ഷെ ശ്രീജ പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിലുള്ളൊരു നമ്മൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വാഹന ഉടമയ്ക്കെതിരെ വാഹനം ഓടിച്ചാൽ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ വിമർശനത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അദ്ദേഹം പറയുന്നതായിരിക്കും. പക്ഷെ എന്തായാലും വാഹനത്തിൽ കുട്ടിയുണ്ടായിരുന്നു, ആശുപത്രിയിൽ പോയി എന്നുള്ളത് വസ്തുതയാണ്.